തൃക്കരിപ്പൂരിലെ റെയിൽവേ മേൽപ്പാല നിർമ്മാണം അനന്തമായി നീളുന്നതിനെതിരെ പ്രതിഷേധം കൂടുതൽ ശക്തമാകുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഏപ്രിൽ 28-ന് തൃക്കരിപ്പൂരിൽ മനുഷ്യച്ചങ്ങല തീർക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച മേൽപ്പാലങ്ങൾ സാങ്കേതിക കുരുക്കുകളിൽപ്പെട്ട് മുടങ്ങിക്കിടക്കുന്നത് തൃക്കരിപ്പൂരിലെ വ്യാപാര മേഖലയെയും ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെയും സാരമായി ബാധിച്ച സാഹചര്യത്തിലാണ് പ്രതിഷേധം ശക്തമാക്കുന്നത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ഫെബ്രുവരി 5-ന് പാലക്കാട് റെയിൽവേ ഡിവിഷണൽ ഓഫീസിനു മുന്നിൽ വ്യാപാരികൾ നടത്തിയ ധർണ റെയിൽവേ അധികൃതരുടെ ഭാഗത്തു നിന്നും അനുകൂല നടപടികൾക്ക് വഴിയൊരുക്കിയിരുന്നു. ഈ സമരത്തിന്റെ തുടർച്ചയെന്നോണമാണ് ഏപ്രിൽ 28-ന് തൃക്കരിപ്പൂരിൽ മനുഷ്യച്ചങ്ങല തീർക്കുന്നത്. ഇത് വൻ വിജയമാക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മേൽപ്പാല നിർമ്മാണം അന്തിമഘട്ടത്തിലെത്തിക്കാൻ ഈ ജനകീയ പ്രക്ഷോഭം അനിവാര്യമാണെന്നും നേതാക്കൾ വ്യക്തമാക്കി. വീരിച്ചേരി റെയിൽവേ ഗേറ്റിൽ മേൽപ്പാലം അനുവദിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം വരുന്നത്. ഇന്ത്യയിലെ 200 റെയിൽവേ ഗേറ്റുകളിൽ മേൽപ്പാലം പ്രഖ്യാപിച്ച സന്ദർഭത്തിലാണ് വീരിച്ചേരിയിൽ പ്രഖ്യാപനം ഉണ്ടായത്. 2017 അന്നത്തെ MP ടി കരുണാകരന്റെ നേതൃത്വത്തിൽ DPR തയ്യാറാക്കുന്നതിനുള്ള ഉദ്യോഗസ്ഥ സംഘം വീരിച്ചേരി റെയിൽവേ ഗേറ്റിൽ വന്നുപോയത് നമ്മളെല്ലാം വാർത്ത കൊടുത്തവരാണ്. വ്യാപാരികളെ ആരംഭിച്ച് വീരിച്ചേരി മുതൽ ബസ് സ്റ്റാൻഡ് വരെ അതിന്മെല്ലാവരും പങ്കെടുക്കണം. അത് മനുഷ്യച്ചങ്ങല 5 മണിക്ക് ട്രയൽ 5:30 മണിക്ക് നമ്മൾ ഔദ്യോഗികമായിട്ട് ചങ്ങലിൽ കൈ കൊടുക്കും. 5:40 അത് സമാപിക്കും. ചെറിയ പുതുലോകത്തോടെയാണ് പരിപാടി സമാപിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ സംഘടക സമിതി ചെയർപേഴ്സൺ സാജിദ സഫറുള്ള, വർക്കിംഗ് ചെയർമാൻ CH അബ്ദുറഹീം, ജനറൽ കൺവീനർ TV ചന്ദ്രദാസ്, വർക്കിംഗ് കൺവീനർ AG നൂറുൽ അമീൻ, ജോയിന്റ് കൺവീനർ മുഗൾ റഷീദ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി വൈസ് പ്രസിഡന്റുമാരായ S അബ്ദുറഹ്മാൻ, VP ഗോപാലകൃഷ്ണൻ, സെക്രട്ടറിമാരായ C കൃഷ്ണൻ, K മുഹമ്മദ് ആരിഫ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.